ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ചിത്രകേതു തനിക്ക് മകൻ ഉണ്ടായതിൻ്റെ സന്തോഷാധിക്യത്താൽ ബ്രാഹ്മണർക്ക് മാത്രമല്ല മറ്റുള്ള ജനങ്ങൾക്കും മേഘം മാരി ചൊരിയും വിധം പല വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്ന് പറയുന്നു. 35-ാമത്തെ ശ്ലോകം. വവർഷ കാമം അന്യേഷാം പർജന്യ ഇവ ദേഹിനാം ധന്യം യശസ്യം ആയുഷ്യം കുമാരസ്യ മഹാമനാഹ. മഹാമനാഹ ചിത്രകേതു, മഹാമനസ്കനായ ആ ചിത്രകേതു തൻ്റെ കുമാരസ്യ, തൻ്റെ മകന് ആയുഷ്യം, ആയുഷ്കരവും യശസ്യം, യശസ്കരവും ധന്യം, സമ്പത്കരവുമായിട്ട് തീരാൻ വേണ്ടി, എല്ലാം അങ്ങനെ ആയിത്തീരാൻ വേണ്ടി അന്യേഷാം ദേഹിനാം മറ്റുള്ള ജനങ്ങൾക്കും അവർ കാമം ആഗ്രഹിച്ചതിനെ മുഴുവൻ പർജന്യഹ ഇവ മേഘം മഴ ചൊരിയുന്ന വിധത്തിൽ വവർഷ അങ്ങനെ വാരിക്കോരി കൊടുത്തു എന്ന് പറയുന്നു. ഒരുപാട് കാലം ഇല്ലാതിരുന്നിട്ട് പിന്നീട് കിട്ടിയ കുഞ്ഞായതിനാൽ സാധാരണ അച്ഛനമ്മമാർക്കുള്ളതിനേക്കാളും കൂടുതൽ ഒരു ശ്രദ്ധ ചിത്രകേതുവിന് ഉണ്ടായി എന്ന് പറയുന്നു. 36-ാമത്തെ ശ്ലോകം. കൃച്ഛ്രലബ്ധേ അധ രാജർഷേഹേ തനയേ അനുദിനം പിതുഃ യഥാ നിശ്വസ്യ കൃച്ഛ്ര ആപ്തേ ധനേ സ്നേഹഃ അന്വവർദ്ധത. കൃച്ഛ്രലബ്ധേ ആയാസപ്പെട്ട് നേടിയെടുത്ത തനയെ, തൻ്റെ മകനിൽ, പിതുഹു പിതാവായ രാജർഷേഹേ രാജർഷിക്ക്, നിശ്വസ്യ നിസ്വസ്യ നിർധനന്, കൃച്ഛ്ര ആയാസപ്പെട്ട് ആപ്തെ കിട്ടിയ ധനേ ധനം എങ്ങനെ അയാൾ ഇങ്ങനെ സൂക്ഷിച്ച്, ഒന്ന് ചിലവാക്കുന്നതും സൂക്ഷിച്ചായിരിക്കും, അതുപോലെ അത് എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ച് മാത്രമായിരിക്കും ശ്രദ്ധ. ആയാസപ്പെട്ട് ധനം കിട്ടിയാൽ എന്നതുപോലെ ഒരവസ്ഥയായിരുന്നു ചിത്രകേതുവിനും. അങ്ങനെ അതിൽ പിന്നെ അനുദിനം നാൾക്ക് നാൾ സ്നേഹഃ അന്വവർദ്ധത വാത്സല്യം പെരുകി പെരുകി വന്നു. ഇതേപോലെ തന്നെ കൃതദ്യുതിക്കും അത്യധികമായ വാത്സല്യം മകനോട് ഉണ്ടായി എന്ന് 37-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. മാതുഃ തു അതിതരാം പുത്രേ സ്നേഹോ മോഹ സമുദ്ഭവഃ കൃതദ്യുതേഃ സപത്നീനാം പ്രജാകാമജ്വരഃ അഭവത്. മാതുഃ കൃതദ്യുതേഃ അമ്മയായ കൃതദ്യുതിക്ക് പുത്രേ തൻ്റെ മകനിൽ മോഹസമുദ്ഭവഃ മോഹത്തിൽ നിന്ന് ഉറവയെടുത്ത് ഉണ്ടായ സ്നേഹഃ തു ആ വാത്സല്യമാകട്ടെ അതിതരാം അഭവത് കണക്കിലേറെ ഉണ്ടായി. ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത അവസ്ഥ. അതേസമയം രാജാവിൻ്റെ മറ്റു ഭാര്യമാർക്ക് ഇത് അസൂയയ്ക്കും ഒപ്പം അവർക്ക് സ്വയമേവ ദുഃഖവും ഉണ്ടായി. അതാണ് സപത്നീനാം, കൃതദ്യുതിയുടെ സപത്നി, സപത്നിമാരായിട്ടുള്ള, അതായത് ഭർത്താവിൻ്റെ മറ്റു ഭാര്യമാർക്ക് പ്രജാകാമജ്വരഃ അവർക്കും ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ആഗ്രഹം അതിൻ്റെ മൂർധന്യത്തിലെത്തി. അതുകൊണ്ടുള്ള സന്താപം അവരുടെ ഉള്ളിലും ഉണ്ടായി. സ്വാഭാവികമായും കുഞ്ഞ് ജനിച്ചാൽ അച്ഛനും അമ്മയും കൂടിയാണ് കുഞ്ഞിനെ താലോലിക്കുക. അങ്ങനെ വന്നപ്പോൾ ഈ ചിത്രകേതു പിന്നെ ഏതു നേരത്തും ഈ കൃതദ്യുതിയുടെയും മകന്റെയും കൂടെയായി. മറ്റുള്ള ഭാര്യമാർക്കൊന്നും ഭർത്താവിനെ തീരെ കിട്ടാത്ത അവസ്ഥയായി. അതാണ് 38-ാമത്തെ ശ്ലോകം. ചിത്രകേതോഹോ അതിപ്രീതിഃ യഥാ ദാരേ പ്രജാവതി ന തഥാ അന്യേഷു സംജജ്ഞേ ബാലം ലാളയതഃ അന്വഹം. അന്വഹം ദിവസം തോറും ബാലം ലാളയതഃ
കുട്ടിയെ താലോലിച്ചുകൊണ്ടിരുന്ന ചിത്രകേതോഹോ, ചിത്രകേതുവിന് പ്രജാവതി ദാരെ, തനിക്കൊരു കുഞ്ഞിനെ തന്ന പത്നിയിൽ യഥാ യാതൊരു പ്രകാരം അതിപ്രീതിഹി, അതിപ്രേമമുണ്ടായോ തഥാ അതുപോലെ അത് പ്രകാരം ഇവിടെ കൂടുതലായപ്പോൾ മറ്റുള്ള ഭാര്യമാരിൽ അന്യേഷു ന സംജജ്ഞേ, പിന്നീട് അവരെ കാണാൻ പോലും പോകാതെയായി, അവരിൽ പ്രേമമില്ലാത്തതുപോലെ ആയിത്തീർന്നു. ഏതു നേരവും ഈ ഭാര്യയുടെയും മകന്റെയും കൂടെയായി, കൃതദ്യുതിയുടെ കൂടെ തന്നെയായി. അപ്പോൾ മറ്റു ഭാര്യമാർക്ക് അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം, ഒപ്പം രാജാവിന് തങ്ങളിൽ മുൻപുണ്ടായിരുന്ന സ്നേഹം ഇല്ലാതായതിൻ്റെയും തങ്ങളെ അവഗണിക്കുന്നതിൻ്റെയും ഒക്കെ ദുഃഖം ഒരുമിച്ചങ്ങ് ഒരസൂയയായി മാറി. 39 ശ്ലോകം. താഹ പര്യതപ്യൻ ആത്മാനം ഗർഹയന്തി അഭ്യസൂയയാ അനപത്യേന ദുഃഖേന രാജ്ഞഃ അനാദരണേന ച. അഭ്യസൂയയ വളർന്ന അസൂയയാലും, അനപത്യേന പുത്രനില്ലാത്തതുകൊണ്ടുള്ള ദുഃഖേന സങ്കടത്താലും, രാജ്ഞഃ രാജാവിൻ്റെ അനാദരണേന ച ആദരവില്ലായ്മയാലും, ആത്മാനം ഗർഹയന്ത്യഃ തങ്ങളെ തന്നെ പഴിച്ചുകൊണ്ട്, താഹ അവർ വളരെയധികം പര്യതപ്യ വ്യാകുലപ്പെട്ടു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് തങ്ങൾ എവിടെ പരിഗണിക്കപ്പെടണമോ അവിടെ വെച്ച് അവഗണിക്കപ്പെടുക. അതാണ് മനുഷ്യർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം. അപ്പോൾ ഈ സ്ത്രീകൾക്ക് അതൊരസൂയയായി മാറി. 40 ശ്ലോകം. ധിക് അപ്രജാം സ്ത്രീയം പാപാം പത്യുഹു ച അഗൃഹസമ്മതാം സുപ്രജാഭിഹി സപത്നീഭിഹി ദാസീമിവ തിരസ്കൃതാം. അപ്രജാം മക്കളില്ലാത്തവളും, പാപാം സ്വാഭാവികമായും ഏതോ ജന്മത്തിൽ ചെയ്ത പാപം കൊണ്ടായിരിക്കാം ഞങ്ങൾക്കിങ്ങനെ വന്നത്. പത്യുഹൂച്ച ഇപ്പോൾ ഭർത്താവിനു കൂടി അഗൃഹസമ്മതാം ഞങ്ങളെ ഒരു തരത്തിലും, ഞങ്ങളിവിടെ കുറച്ചുപേർ ഈ വീട്ടിൽ ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ട് എന്ന ചിന്ത പോലും രാജാവിന് ഇല്ലാത്തതുപോലെയാണ് അവർക്കിപ്പോൾ തോന്നുന്നത്. സുപ്രജാഭിഹി നല്ല സന്താനങ്ങളുള്ള സപത്നീഭിഹി സപത്നിമാരാൽ, അതായത് കുറേ ഭാര്യമാരിൽ കുറച്ചു പേർക്ക് മാത്രം മക്കൾ ഉണ്ടായാൽ അവരാൽ പിന്നെ ഈ മക്കളില്ലാത്ത ഭാര്യമാർ ദാസീമിവ വേലക്കാരിയെപ്പോലെ തിരസ്കൃതാം തിരസ്കരിക്കപ്പെടും. അങ്ങനെയുള്ള സ്ത്രീയം ആ സ്ത്രീയുടെ ഒരു ഭാഗ്യദോഷം. ഹാധിക് എന്തൊരു കഷ്ടമാണ് അവളുടെ കാര്യം എന്ന് ഇവരൊക്കെ സ്വയം പിറുപിറുക്കുകയാണ്. അതുപോലെ ഈ പത്നിമാർ ചിന്തിക്കുകയാണ്, ഇവിടെ ദാസിമാർ ആയവർ ഞങ്ങളെക്കാളും ഇപ്പോൾ ഭാഗ്യവതികളാണ്. കാരണം അവർ സ്വതവേ ദാസികളായതുകൊണ്ട് അവരുടെ മനസ്സിൽ ആ ചിന്തയുണ്ട്. ആ ചിന്തയാൽ അവർ രാജാവിനെയും ഇപ്പോൾ കുട്ടിയുള്ള കൃതദ്യുതിയെയും ഒക്കെ സേവിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങളോ ഇപ്പോൾ ദാസിയുമല്ല ഭാര്യയുമല്ല, ഒരു വല്ലാത്ത ഗതികേടായി പോയല്ലോ എന്ന് ചിന്തിക്കുകയാണ്. 41 ശ്ലോകം. ദാസീനാം കോനു സന്താപഃ സ്വാമിനഃ പരിചര്യയാ അഭീക്ഷ്ണം ലബ്ധമാനാനാം ദാസ്യാഹ ദാസി ഇവ ദുർഭഗാഹ. സ്വാമിനഃ പരിചര്യയാ ഗൃഹനാഥന്റെ പരിചരണം കൊണ്ട് അഭീക്ഷ്ണം അടിക്കടി ലബ്ധമാനാനാം പാരിതോഷികങ്ങൾ ലഭിക്കുന്ന ദാസീനാം ദാസിമാർക്ക് സന്താപഃ കോനു ദുഃഖം എന്തിരിക്കുന്നു. അതേസമയം ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ എന്താണ്? ദാസ്യാഹ ദാസി ഇവ ഈ ഇവിടുത്തെ ദാസിമാരുടെ ദാസിയായവളെ പോലെ നമ്മൾ ദുർഭഗാഹ ഭാഗ്യം കെട്ടവരായി തീർന്നല്ലോ. 42 ശ്ലോകം. ഏവം സന്ദഹ്യമാനാനാം സപത്ന്യാഹ പുത്ര സമ്പതാഹ രാജ്ഞഃ അസമ്മതവൃത്തീനാം വിദ്വേഷഃ ബലവാൻ അഭൂത്.
സപത്ന്യാഹ, ഇങ്ങനെ സപത്നിയുടെ പുത്രസമ്പത, അവർക്ക് സന്താനത്തെ കിട്ടി, ഒരു ഭാര്യക്ക് സന്താനത്തെ കിട്ടി. അപ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർക്കുണ്ടായ ഈ ഒരു അസൂയ, ദുഃഖം എല്ലാം കൂടെ മിശ്രിതമായിട്ടുള്ള ആ വികാരം, ഏവം സന്ദഹ്യമാനാനാം, ഉള്ളിൽ അങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. ഇതിനെല്ലാം പുറമെ അവരെ വല്ലാതെ വേദനിപ്പിച്ചത് രാജ്ഞഃ അസമ്മതവൃത്തി, രാജാവിന് ഒരു തരത്തിലുള്ള ആദരവും ഇല്ലാതെയായി, അവരെ ശ്രദ്ധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മറ്റ് സപത്നിമാർക്ക് വിദ്വേഷ, അവരുടെ ഉള്ളിൽ ആ വിദ്വേഷം ബലവാനഭൂത്, വളരെ ശക്തിമത്തായി ഭവിച്ചു. ഇതൊക്കെ നമ്മുടെ മനുഷ്യജീവിതത്തിൽ പാഠങ്ങളാണ്. എവിടെ ആരെയൊക്കെ നമ്മൾ ഒരേപോലെ കണക്കാക്കി പെരുമാറണമോ അവരിൽ ഒരാളെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരാളോട് കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സത്യത്തിൽ ഈ കാണിച്ച ആളോടല്ല, മറിച്ച് ആ സ്നേഹം ആരാണോ കൂടുതലായി അനുഭവിക്കുന്നത് അവരോടായിരിക്കും ദേഷ്യമുണ്ടാവുക. അതുകൊണ്ട് തന്നെ അച്ഛനമ്മമാരൊക്കെ ഒന്നിൽ കൂടുതൽ മക്കളുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസം, അല്ലെങ്കിൽ മൂത്തവൻ ഇളയവൻ എന്നുള്ള വ്യത്യാസം, ഇളയവൾ എന്ന വ്യത്യാസം, അങ്ങനെ ഒന്നും കാണിക്കരുത്. നമ്മൾ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ ഒരു വിദ്വേഷം ഉണ്ടാകും. മാത്രമല്ല, ചെറുപ്പത്തിൽ അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ആ ട്രോമ എന്നാണ് ഇപ്പോഴത്തെ മനഃശാസ്ത്രത്തിന്റെ ഭാഷ, ആ ട്രോമ ജീവിതകാലം മുഴുവൻ അവരിൽ ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാലും മക്കൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു തരത്തിലും അവരെ താരതമ്യം ചെയ്യുകയും അരുത്. ആ സ്നേഹം ഒരിക്കലും അവർക്ക് തോന്നരുത് എന്നേക്കാളും അവളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അവനേക്കാളും എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊന്നും തോന്നിപ്പിക്കരുത്. അങ്ങനെ തോന്നിപ്പിക്കുന്നത് തന്നെ അപകടമാണ്. വളരെ ശ്രദ്ധിക്കണം എന്ന ഒരു മനഃശാസ്ത്രപരമായ ഒരു അറിവാണ് നമുക്കിപ്പോൾ തരുന്നത്. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ നശിക്കുന്നത്. അതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. ആദ്യം ഒരാഗ്രഹമുണ്ടാകുന്നു, ആ ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ നിരാശയുണ്ടാകുന്നു, ആ നിരാശ കോപമായി തീരുന്നു, കോപം വരുമ്പോൾ മനസ്സിൻ്റെ മതി, ശരിയായ രീതിയിൽ ചിന്തിക്കാനുള്ള ആ വിവേകബുദ്ധി നഷ്ടപ്പെടുന്നു. വിവേകബുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. 43-ാമത്തെ ശ്ലോകം. വിദ്വേഷ നഷ്ടമതയഃ സ്ത്രീയഃ ദാരുണചേതസഃ ഗരം ദദുഹു കുമാരായ ദുർമർഷ നൃപതിം പ്രതി. വിദ്വേഷ നഷ്ടമതയഃ, ഉള്ളിൽ വിദ്വേഷം അങ്ങനെ പുകഞ്ഞിട്ട് വിവേകം നഷ്ടമതയഃ, മതി എന്നാൽ വിവേകബുദ്ധി നഷ്ടമായി. അങ്ങനെ കൈവിട്ടു പോയപ്പോൾ പിന്നെ അവർ ദാരുണചേതസഃ, എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂര മനസ്ഥിതിക്കാരായി മാറി. പലപ്പോഴും നമുക്ക് കാണാം പല ആളുകളും സാഹചര്യം കൊണ്ട് ക്രിമിനലുകളായി മാറുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ത്രില്ലർ മൂവീസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെ കാണുമ്പോൾ അറിയാം കൊലപാതകം ചെയ്ത ആൾ, ആ കൊലപാതകം ചെയ്യാൻ അയാൾ പറയുന്ന കാരണം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ മനസ്സ് മാറിപ്പോകുമോ എന്ന്. അപ്പോൾ വളരെ അത്രയും ലോലമായിട്ടാണ് ചിലരുടെയൊക്കെ മനസ്സിരിക്കുന്നത്. അത് മാറിയാൽ നേരെ വിപരീതമായിട്ട് ക്രിമിനൽ ബുദ്ധിയായി പോകും. അപ്പോൾ അത്രയും ക്രൂര മനസ്ഥിതിക്കാരായ ഈ സ്ത്രീയഃ നൃപതിം പ്രതി, ഇവിടെ ദേഷ്യം ആരോടാണ്? രാജാവിനോടാണ്. പക്ഷേ രാജാവ് ദുഃഖിക്കണമെങ്കിൽ ഈ കുഞ്ഞില്ലാതാകണം. അങ്ങനെ കൊല്ലുന്നത് കുഞ്ഞിനെയാണ്. അങ്ങനെ ദുർമർഷാഹ, അസഹിഷ്ണുത കലർന്നിട്ട് കുമാരായ ആ കുഞ്ഞിന് ഗരം ദതുഹു, വിഷം കൊടുത്തു. ഇങ്ങനെയാണ് പൊതുവെ ക്രിമിനൽ മനസ്സുള്ളവർ ചെയ്യുക. ആരെയാണോ പാഠം പഠിപ്പിക്കേണ്ടത് അവർക്ക് ആരില്ലാതായാലാണോ ഏറ്റവും വലിയ ദുഃഖമുണ്ടാവുക അവരെയാണ് കൊല്ലുക. സത്യത്തിൽ ആ കൊല്ലപ്പെടുന്നയാൾ തികച്ചും നിരപരാധിയായിരിക്കും. പക്ഷെ
വേറെ ആരോടോ ഉള്ള പക തീർക്കാൻ ചില നിരപരാധികളെയാണ് വധിക്കുക. അപ്പോൾ ഇവിടെ കുഞ്ഞിന് വിഷം കൊടുക്കുകയാണ്. 44-ാമത്തെ ശ്ലോകം. കൃതദ്യുതിഹി അജാനന്തി സപത്നീനാം അഘം മഹത് സുപ്തയേവ ഇതി സഞ്ചിന്യ നിരീക്ഷ്യ വചരത് ഗൃഹേ. എന്നാൽ സപത്നിമാരുടെ ഈ ഒരു പാതകത്തെ അറിയാതെ കൃതദ്യുതി മകനെ നോക്കിയപ്പോൾ ഉറങ്ങുകയാണ് എന്ന് കരുതി. സപത്നീന മഹത് അഘം, മഹത്തായ ആ പാതക കൃത്യത്തെ അജാനന്തി അറിയാതിരുന്ന കൃതദ്യുതിഹി, കൃതദ്യുതി എന്ന രാജ്ഞി നിരീക്ഷ്യ കുഞ്ഞിനെ നോക്കിയപ്പോൾ സുപ്തഹ ഏവ, എൻ്റെ കുഞ്ഞ് ഉറങ്ങുകയാണ്, ഇന്നെന്തോ കുറെ നേരമായിട്ട് ഉറങ്ങുന്നു, ഇതി സഞ്ചിന്യ എന്ന് കരുതി ഗൃഹേ വ്യചരത്, ആ ഗൃഹത്തിനകത്തങ്ങനെ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ പതിവില്ലാത്ത വണ്ണം കൂടുതൽ സമയം ഉറങ്ങുന്നതായി കണ്ടിട്ട് കുഞ്ഞിനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനായി ധാത്രിയെ, ആയയെ പറഞ്ഞു വിടുകയാണ്. 45-ാമത്തെ ശ്ലോകം. ശയാനം സുചിരം ബാലം ഉപധാര്യ മനീഷിണി പുത്രം ആനയ മേ ഭദ്രേ ഇതി ധാത്രീം അചോതയത്. മനീഷിണി, ബുദ്ധിമതിയായ രാജ്ഞി ബാലനെ സുചിരം, ഒരുപാട് നേരമായി, സാധാരണയിൽ കവിഞ്ഞ് കൂടുതൽ സമയം ശയാനം ഉപധാര്യ, ഉറങ്ങുന്നതായി കണ്ടിട്ട് ധാത്രീം, ആയയെ അചോദയത്, പ്രേരിപ്പിച്ചു. ഹേ ഭദ്രേ, അല്ലയോ ധാത്രി ശോഭനെ, മേ പുത്രം, എൻ്റെ മകനെ ആനയ, ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരൂ, ഇതി, ഇങ്ങനെ ധാത്രിയോട് പറഞ്ഞ് കുഞ്ഞിനെ എടുപ്പിക്കുകയാണ്. എന്നാൽ കുഞ്ഞിൻ്റെ അടുത്തു വന്ന് നോക്കിയപ്പോഴാണ് കുഞ്ഞ് നിശ്ചലമായി കിടക്കുകയാണെന്ന് മനസ്സിലായത്. ഇതാണ് 46-ാമത്തെ ശ്ലോകം. സാ ശയാനം ഉപവ്രജ്യ ദൃഷ്ട്വാച്ച ഉത്താരലോചനം പ്രാണ ഇന്ദ്രിയാത്മഭിഹി ത്യക്തം ഹതാസ്മി ഇതി അപതത് ഭുവി. സാ, ആ ധാത്രി, ശയാനം ഉപവ്രജ്യ, കിടക്കുന്ന കുട്ടിയുടെ അടുത്തെത്തിയപ്പോഴാണ് കുട്ടിയുടെ ലോചനം, കൃഷ്ണമണികളൊക്കെ പുറത്തേക്ക് തള്ളി, ഉത്താരലോചനം, അനക്കമില്ലാതായ കണ്ണുകളോടു കൂടിയവനും, പ്രാണ ഇന്ദ്രിയ ആത്മഭിഹി ത്യക്തം, ശ്വാസം, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം, ജീവചൈതന്യം ഇവയാൽ പരിത്യക്തനുമായിട്ടുള്ള, അതായത് മരിച്ചു കിടക്കുന്ന ആ കുഞ്ഞിനെ ദൃഷ്ട്വാ, കണ്ടിട്ട്, ഹതാസ്മി, അയ്യോ ഞാൻ നശിച്ചുപോയി, എനിക്കിത് കാണാൻ ശക്തിയില്ല, ഇതി എന്ന് മുറവിളിച്ച് ഭുവി അപതത്ത്, ഭൂമിയിൽ വീണു. ആ മുറിയിൽ കുറച്ചു ദൂരെ നിന്ന് മകനെ നോക്കിക്കണ്ടിരുന്ന രാജ്ഞിയും എന്തോ ആപത്ത് പിണഞ്ഞു എന്ന് കണ്ടു ഓടി വന്നപ്പോൾ തൻ്റെ നിശ്ചലമായി കിടക്കുന്ന മകന്റെ ആ ചേതനയറ്റ ശരീരം കണ്ട് മോഹാലസ്യപ്പെട്ടു വീണു. 47-48 ശ്ലോകങ്ങൾ. തസ്യാഹ തദാകർണ്യ വൃഷാതുരം സ്വരം ഘ്രന്ത്യാഹ കരാഭ്യാം ഉരഹ ഉച്ചകൈഃ അപി പ്രവിശ്യ രാജ്ഞി ത്വരയാ ആത്മജ അന്തികം ദദർശ ബാലം സഹസാ മൃതം സുതം. 48. പപാത ഭൂമൗ പരിവൃദ്ധയാശുച മുമോഹ വിഭ്രഷ്ട ശിരോരുഹാംബര. തഥാ, ആ സമയത്ത്, കരാഭ്യാം, 2 കൈകൊണ്ടും, ഉരഹ, മാറത്ത്, ഉച്ചകൈഹി, ഉറക്കെ, ഘ്രന്ത്യാഹ, തൊഴിച്ചുകൊണ്ടുള്ള ആ ദാസിയുടെ, തസ്യാഹ ഭൃഷാതുരം സ്വരം, അതിവിവശമായ ആ ഒച്ച ആകർണ്യ, കേട്ടിട്ട്, രാജ്ഞി അഭി, രാജ്ഞിക്കും എന്തോ ആപത്ത് പിടഞ്ഞു എന്ന് മനസ്സിലായിട്ട്, ത്വരയാ, അതിവേഗം, ആത്മജാന്തികം, തൻ്റെ മകന്റെ അടുത്തേക്ക് പ്രവിശ്യ, എത്തിച്ചേർന്നിട്ട്, സഹസാമൃതം, പെട്ടെന്ന് തന്നെ മരിച്ചുപോയ തൻ്റെ ബാലം സുതം, ആ കുഞ്ഞു മകനെ ദദർശ, കണ്ടു. പരിവൃദ്ധയാശുച, അത്യധികമായ ദുഃഖത്താൽ, വിഭ്രഷ്ട ശിരോരുഹാംബര, അപ്പോഴേക്കും തലയൊക്കെ തല്ലി അങ്ങനെ അഴിഞ്ഞ് ചിതറിയ തലമുടിയോടും അംബര, ഉടയാടകളോടും കൂടിയവളായി, ഭൂമൗ മുമോഹ, വെറും നിലത്ത് അവൾ തളർന്നു വീണു. ആകെ ശോകമൂകമായ ഒരു അന്തരീക്ഷമായി.
ഈ അന്തഃപുരത്തില് നിലവിളി കേട്ട് കൊട്ടാരത്തിലുള്ള മുഴുവൻ ആളുകളും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. മാത്രമല്ല വിഷം കൊടുത്ത അവരും, അല്ലെങ്കിൽ കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയ അവരും അവിടെ വന്നിട്ട് ദുഃഖിതരെന്നതുപോലെ അഭിനയിച്ചു. 49-ാമത്തെ ശ്ലോകം. തതോ നൃപ അന്തഃപുരവർത്തിനോ ജനാഹ നരാഹ ച നാര്യഃ ച നിശമ്യ രോദനം ആഗത്യ തുല്യവ്യസനാഹ സുദുഃഖിതാഹ താഹ ച വ്യലീകം രുരുദുഹു കൃതാഗസഃ. തതഃ അനന്തരം നൃപ അന്തഃപുരവർത്തിനഃ രാജാവിന്റെ ആ അന്തഃപുരത്തിൽ വസിക്കുന്ന ജനാഹ ആളുകളായിട്ടുള്ള നരാഹ നാര്യഃ ച പുരുഷന്മാരും സ്ത്രീകളും രോദനം നിശമ്യ ആ നിലവിളി കേട്ടിട്ട് ആഗത്യ വന്ന് തുല്യവ്യസനാഹ സമദുഃഖിതരായി സുദുഃഖിതാഹ സങ്കടപ്പെട്ടു. എന്തിനു പറയുന്നു? കൃതാഗസഃ ആരാണോ ഇങ്ങനെ ഒരു മരണത്തിന് കാരണക്കാരായത്, താഹച്ച അവരും അവിടെ വന്ന് വ്യലീകം കള്ളത്തരമായിട്ട് രുരുദുഹു കരഞ്ഞു. വിവരമറിഞ്ഞു വന്ന രാജാവിന്റെ അവസ്ഥ 2 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നു. 50. ശ്രുത്വാമൃതം പുത്രം അലക്ഷിതാന്തകം വിനഷ്ടദൃഷ്ടി പ്രപതൻ സ്ഖലൻ പഥി സ്നേഹാനുബന്ധൈധിതയാ ശുചാഭൃശം വിമൂർച്ഛിതഃ അനുപ്രകൃതിഃ ദ്വിജൈഃ വൃതഃ. 51. പപാദബാലസ്യ സഹ പാദമൂലേ മൃതസ്യ വിസ്രസ്തശിരോരുഹാംബരഃ ദീർഘം ശ്വസൻ ബാഷ്പകലോപരോധതോ നിരുദ്ധകണ്ഠോ ന ശശാക ഭാഷിതും. അലക്ഷിത അന്തകം എങ്ങനെ മരിച്ചു എന്ന ആ കാരണം അറിയപ്പെടാത്ത മട്ടിൽ, അതാണ് അലക്ഷിതാന്തകം. മൃതം പുത്രം മരിച്ചുപോയ മകനെ കുറിച്ച് ശ്രുത്വ കേട്ടിട്ട്, വിനഷ്ടദൃഷ്ടി തൻ്റെ ചുറ്റിലും ഉള്ള ലോകം ഇരുളടഞ്ഞതായോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നഷ്ടപ്പെട്ട കാഴ്ചയോടുകൂടിയവനായിട്ട്, പഥി ആ വഴിയിൽ, സ്ഖലൻ ഇടറിക്കൊണ്ടും, പ്രപതൻ ഇടക്കിടെ മറിഞ്ഞു വീണുകൊണ്ടും, സ്നേഹാനുബന്ധൈധിതയാ പുത്രസ്നേഹത്തിന്റെ വിട്ടൊഴിയാത്ത ആ കെട്ടുപാടിനാൽ വർദ്ധിച്ചു വന്ന ശുച ദുഃഖം നിമിത്തം ഭൃശം വിമൂർച്ഛിത അടിക്കടി മോഹാലസ്യത്തിലാണ്ട്, അതായത് ആ വരുന്ന വഴിക്ക് തന്നെ പലതവണ മൂർച്ഛിച്ചു വീണു. കൂടെ അനുപ്രകൃതി മന്ത്രിമാരുണ്ട്, അവരാലും മറ്റും അനുഗതനായിട്ട്, ദ്വിജൈഹി വൃതഃ ബ്രാഹ്മണരും ചുറ്റുമുണ്ട്. അങ്ങനെയൊക്കെ എത്തിച്ചേർന്ന സഹ ആ ചിത്രകേതു മൃതസ്യ ബാലസ്യ പാദമൂലേ മരിച്ചു കിടക്കുന്ന കുട്ടി കിടക്കുന്ന ആ കട്ടിലിന്റെ താഴെയായിട്ട്, വിസ്രസ്ത ശിരോരുഹാംബരഃ രാജാവിൻ്റെയും കുടുമയൊക്കെ അഴിഞ്ഞു വീണു, വസ്ത്രങ്ങളൊക്കെ ഉലഞ്ഞു. ഇങ്ങനെ പപാത അവിടെ അങ്ങ് വീണുപോയി. ദീർഘം ശ്വസൻ നെടുതായി നിശ്വസിച്ചുകൊണ്ട്, ബാഷ്പകലോപരോധത കണ്ണീർ കണങ്ങൾ കെട്ടി നിൽക്കുക കാരണം, നിരുദ്ധകണ്ഠ ഉള്ളിൽ നിന്നൊന്നും പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ തടസ്സം വന്ന കണ്ഠനാളത്തോടും കൂടിയവനായി ഭവിച്ച്, ഭാഷിതും ന ശശാക സംസാരിക്കുവാൻ ശക്തനായില്ല. 52-ാമത്തെ ശ്ലോകം. പതിം നിരീക്ഷ്യ ഉരു ശുചാർപ്പിതം തഥാ മൃതം ച ബാലം സുതം ഏകസന്തതിം ജനസ്യ രാജ്ഞി പ്രകൃതേഹ ച ഹൃദ്രുജം സതീ ദധാനാ വിലലാപ ചിത്രധ. തഥാ അപ്പോൾ ഉരുഷുച അത്യധികമായ ശോകത്താൽ അർപ്പിതം വ്യാപ്തനായിട്ടുള്ള പതിം ഭർത്താവിനെയും, തന്നേക്കാളും ദുഃഖം ഭർത്താവിനാണോ എന്ന് കൃതദ്യുതിക്ക് തോന്നിപ്പോയി. ആ ഭർത്താവിനെയും മൃതം മരിച്ചുപോയ ഏകസന്തതി ഒരുപാട് നാളായി ആഗ്രഹിച്ചു കിട്ടിയ തൻ്റെ ഒരേ ഒരു ബാലം ശിശുവായിട്ടുള്ള സുതം ച പുത്രനെയും നിരീക്ഷ്യ കണ്ടിട്ട്, സതീരാജ്ഞി ആ പതിവ്രതയായ കൃതദ്യുതി രാജ്ഞി, ജനസ്യ അവിടെ കൂടിയ ആളുകൾക്കും, പ്രകൃതേഹച്ച മന്ത്രിമാർക്കും, ഹൃദ്രുജം അവരുടെ മനോവേദനയെ കൂട്ടിക്കൊണ്ട്, ദധാന അവർക്ക് മനോവേദന ഉണ്ടാക്കുന്ന വിധത്തിൽ,
എങ്ങനെയൊക്കെ എന്ന് പറയാൻ പറ്റില്ല, അതുപോലെ ചിത്രധ എന്ന് വെച്ചാൽ പല വിധത്തിൽ എങ്ങനെയൊക്കെ ദുഃഖം പ്രകടിപ്പിക്കാമോ ആ വിധത്തിലൊക്കെ വിലലാപ, വിലപിച്ചു. ഈ 53-ാമത്തെ ശ്ലോകത്തിൽ കൃതദ്യുതിയെ ഒന്ന് വർണ്ണിച്ചിട്ട് അവൾ തന്റെ മകനെ പറ്റി ബഹുവിധത്തിൽ പറഞ്ഞു കരയുക, പദം പറഞ്ഞു കരയുക എന്നാണ് പറയുന്നത്. അതങ്ങനെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. 54-ാമത്തെ ശ്ലോകം സ്വതവേ ഇങ്ങനെയൊക്കെ ദുരന്തം സംഭവിക്കുന്ന രക്ഷിതാക്കളുടെ ആ പദം പറച്ചിൽ, ആ ഒരു കരച്ചിൽ, എന്തൊക്കെ പറഞ്ഞാണ് അവർ കരയുക, അത് തന്നെയാണ് ഇവിടെ കൃതദ്യുതിയും പറയുന്നത്. 54-ാമത്തെ ശ്ലോകത്തിൽ അഹോ വിധാതഃ ത്വം അതീവ ബാലിശോ യഹ തു ആത്മസൃഷ്ടി അപ്രതിരൂപം ഈഹസേ പരേനു ജീവതി അപരസ്യയാ മൃതിഃ വിപര്യയഃ ചേത് ത്വമസി ധ്രുവഃ പരഃ. അഹോ വിധാത, അല്ലയോ സൃഷ്ടികർത്താവേ, ത്വം അതീവ ബാലിശഃ, അങ്ങ് ഏറ്റവും വലിയ ഭോഷനാകുന്നു എന്നാണ്. അങ്ങേക്ക് ഒന്നും അറിയില്ല. ആദ്യം സൃഷ്ടിച്ചയാളെയല്ലേ ആദ്യം എടുക്കേണ്ടത്. അതാണ് യഹതു, യാതൊരു അങ്ങുന്ന് ആത്മസൃഷ്ടി അപ്രതിരൂപം, സ്വന്തം സൃഷ്ടിക്ക് പ്രതികൂലമായ വിധത്തിൽ ഈഹസേ പ്രവർത്തിക്കുന്നു. പരേ ജീവതി, ആദ്യമേ ജനിച്ച ഞങ്ങളെ പോലെയുള്ളവർ ഇവിടെ നിൽക്കുമ്പോൾ അപരസ്യ, ദാ ഇപ്പോൾ ജനിച്ചവന്റെ മൃത്യുഹു, മരണം സംഭവിക്കുന്നു. ഇതെന്താണിത്? യാനു, യാതൊന്ന് അത്രയും കഷ്ടമത്രേ, വിപര്യയഃ ചേത്, ഈ വിധത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് അറിയാത്തവനാണ് അങ്ങെങ്കിൽ, ത്വം അങ്ങ് ധ്രുവഃ പരഃ അസി, എക്കാലത്തേക്കും എന്റെ ശത്രുവാണ്. അങ്ങേക്കറിയില്ല. അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ ഒരമ്മയുടെ ദുഃഖത്തിൽ അങ്ങനെ നിലവിളിക്കുകയാണ്. 55-ാമത്തെ ശ്ലോകം നഹി ക്രമഃ ചേത് ഇഹ മൃത്യുജന്മനോഹോ ശരീരിണാം അസ്തു തദാത്മകർമ്മഭിഃ യഹ സ്നേഹപാശോ നിജസർഗവൃദ്ധയെ സ്വയം കൃതഃ തേ തം ഇമം വിവൃശ്ചസി. ഇഹ, ഈ ലോകത്തിൽ മൃത്യുജന്മനോഹോ, ആരെപ്പോൾ ജനിക്കും ആരെപ്പോൾ മരിക്കും, ഇതിനൊന്നും ഒരു ക്രമഃ നഹി, ഒരു നിയമമില്ലല്ലോ. ഇതെന്തൊരു ലോകമാണിത്. ഇനി ഞാൻ കേട്ടിട്ടുണ്ട് ശരീരിണ, ദേഹികൾക്ക് തത്, അത് ഈ ജനന മരണങ്ങൾ ആത്മകർമ്മഭിഹി, അവനവന്റെ കർമ്മങ്ങൾക്കനുസരിച്ചുണ്ടാവുന്നു. ചേത് അസ്തു, അങ്ങനെയാണെങ്കിൽ ശരി, അങ്ങനെ ആവട്ടെ, അവന്റെ കർമ്മം തീർന്നു എന്ന് കരുതാം. പക്ഷേ ഈ ബ്രഹ്മാവ് എന്തിനാണ് ആളുകൾ തമ്മിൽ ഒരു സ്നേഹപാശത്തെ ഉണ്ടാക്കുന്നത്? ആരും പരസ്പരം സ്നേഹിക്കാതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിവിധി, എന്തെങ്കിലും ഒരു കാര്യവും കൂടെ അവരുടെ മനസ്സിൽ വെച്ചിട്ട് വേണ്ടേ ഇങ്ങോട്ട് സൃഷ്ടിച്ചു വിടാൻ. ഇത് ഈ ജനിക്കുന്നവർ തമ്മിൽ പരസ്പരം ആകർഷിക്കപ്പെടുന്നു, സ്നേഹിക്കുന്നു, ബന്ധിക്കപ്പെടുന്നു, അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരുന്നു. എന്നിട്ട് അവരെ ഞങ്ങളിൽ നിന്ന് വേർപിരിച്ചു കൊണ്ടുപോകുന്നു. ഇതെന്തൊരു കഷ്ടമാണിത്. തേ, അങ്ങയാൽ നിജസർഗവൃദ്ധയെ, അങ്ങയുടെ സൃഷ്ടിയുടെ വർധനയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം അനുരാഗബദ്ധരാകുമ്പോൾ മാത്രമാണ് അടുത്തൊരു സൃഷ്ടി നടക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ പ്രണയം നിറയ്ക്കുന്നു, അവർക്ക് മക്കളോട് സ്നേഹമുണ്ടാകുന്നു. അപ്പോൾ മാത്രമാണ് അവരെ നന്നായിട്ട് പരിപാലിക്കുകയുള്ളൂ. അങ്ങനെ മക്കളെ നോക്കിയിട്ട് വേണം അവർ മറ്റൊരു സൃഷ്ടിക്ക് കാരണക്കാരാകാൻ. ഇങ്ങനെ എന്തിന് ഞങ്ങളുടെ ഉള്ളിൽ ഈ സ്നേഹപാശത്തെ വെക്കുന്നു? യഹ സ്നേഹപാശഃ, സന്താന വാത്സല്യം അല്ലെങ്കിൽ ആരോടും ഉള്ള ഈ പാശം അങ്ങയാൽ കൃതഃ, ഞങ്ങളിൽ നിബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ തം ഇമം, ആയതിനെ സ്വയം വിവൃശ്ചസി, അങ്ങ് തന്നെ അറുത്തിടുന്നു. അതായത് അറുത്തിടുക എന്ന് വെച്ചാൽ ഞങ്ങളിനി ആരെ സ്നേഹിക്കും? ആ ഒരു അവസ്ഥയിൽ ഞങ്ങളെ എത്തിച്ച അങ്ങ് എന്തൊരു ക്രൂരനാണ് എന്നൊക്കെ ബ്രഹ്മാവിനോട് വിലപിച്ചുകൊണ്ട് ചോദിക്കുന്നു കൃതദ്യുതി. ദുഃഖാർത്തയായ കൃതദ്യുതി ബ്രഹ്മാവിനെ പഴി പറഞ്ഞതിന് ശേഷം പിന്നീട് മകനെ വിളിച്ച് കരയുന്നു. 56-ാമത്തെ ശ്ലോകം ത്വം താത ന അർഹസി ച മാം കൃപണാം അനാഥാം ത്യക്തും വിചക്ഷ്വ പിതരം തവ ശോകതപ്തം അഞ്ജഹ തരേമ ഭവതാ അപ്രജദുസ്തരം
യദ്ധ്വാന്തം ന യാഹി അകരുണേന യമേന ദൂരം. ഹേ താത, അല്ലയോ കുഞ്ഞെ, നീ കൃപണാം അനാഥാം, ദീനയും അനാഥയുമായ മാം ച, എന്നെയും കൂടി തെക്തും, എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോകുക. ന അർഹസി, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിന്റെ അമ്മയാണ് ഞാൻ, എന്നെ സംരക്ഷിക്കേണ്ടവനാണ് നീ. നീ ആദ്യമേ പോയാൽ എന്തു ചെയ്യും? തവ ശോകതപ്തം, നീ കാരണം ദുഃഖിക്കുന്ന പിതരം വിചക്ഷ്വ, നിന്റെ അച്ഛനെ ഒന്ന് നോക്കൂ. നീ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നപ്പോൾ അപ്രജ ദുസ്തരം, സന്താനമില്ലാത്തവർക്ക് തരണം ചെയ്യുവാൻ പ്രയാസമായ യത് ധ്വാന്തം, യാതൊരു കൂരിരുട്ടുണ്ടോ അതിനെ ഭവത, നിന്നിലൂടെ അനായാസം തരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ആ ഒരു സാഹചര്യം അതിനിയും നീ ഉണ്ടാക്കൂ. നീ അങ്ങനെ ഞങ്ങളെ വിട്ടുപോകരുത്. അഞ്ചഹ തരേമ, നിന്നിലൂടെ ആ കൂരിരുട്ടിനെ, മക്കളില്ലാത്ത ആ ദുഃഖത്തെ ഞങ്ങൾ തരണം ചെയ്യട്ടെ. അകരുണേന, കനിവില്ലാത്ത യമേന, കാലന്റെ കൂടെ, ദൂരം നയാഹി, അകലത്തിലേക്ക് പോകരുതേ കുഞ്ഞെ, ഞങ്ങളെ ഉപേക്ഷിച്ച് പോകല്ലേ കുഞ്ഞെ എന്നൊക്കെ ആ കുഞ്ഞിനോട് പറയുകയാണ്. 57-ാമത്തെ ശ്ലോകം. ഉത്തിഷ്ഠ താത തേ ഇമേ ശിശവോ വയസ്യാഹ ത്വാം ആഹ്വയന്തി നൃപനന്ദന സംവിഹർത്തും സുപ്തഃ ചിരം ഹി അശനയാ ച ഭവാൻ പരീതോ ഭുങ്ക്ഷ്വ സ്തനം പിബ ശുചോഹര നഹ സ്വകാനാം. ഹേ താത, ഉണ്ണി, ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ നൃപനന്ദന, രാജകുമാര. അപ്പോൾ ഇവിടെ കുഞ്ഞ് കുറച്ചു വലുതായതായിട്ടാണ് കാണിക്കുന്നത്. കാരണം പറയുന്നു, തേ വയസ്യാഹ, നിന്റെ ചങ്ങാതിമാരായ ഇമേ ശിശവഹ, ഈ കുട്ടികൾ സംവിഹർത്തും, കൂടെ കളിക്കുവാൻ ത്വാം ആഹ്വയന്തി, നിന്നെ ഇതാ വിളിക്കുന്നു. ചിരം സുപ്തഃ ഹി, കുറെ നേരമായില്ലേ ഉറങ്ങിയിട്ട്, മതി, ഇനി എഴുന്നേൽക്കൂ. അശനയാച്ച, എത്ര നേരമായി ഭക്ഷണം കഴിച്ചിട്ട്, വിശപ്പ് കൊണ്ടും ഭവാൻ പരീതഃ, നീ ആകെ ക്ഷീണിച്ചിരിക്കുന്നു. എഴുന്നേൽക്കൂ. ഭുങ്ക്ഷ്വ, ഊണ് കഴിക്കൂ. സ്തനം പിബ, അമ്മിഞ്ഞപ്പാൽ കുടിക്കൂ. സ്വകാനാം നഹ ശുചഃ, ഉറ്റവരായ ഞങ്ങളുടെ ദുഃഖത്തെ ഹര, അകറ്റിത്തരൂ. ഇങ്ങനെ ഉറങ്ങാതെ കുഞ്ഞെ, എഴുന്നേൽക്കൂ എന്നൊക്കെ കരയുകയാണ്. 58. ന അഹം തനൂജാ ദദൃശേ ഹതമംഗളാതേ മുഗ്ധസ്മിതം മുദിത വീക്ഷണം ആനനാബ്ജം കിം വാ ഗതഃ അസി അപുനരന്വയം അന്യലോകം നീതഃ അഘൃണേന ന ശൃണോമി കലാഹ ഗിരഹ തേ. ഹേ തനൂജ, മകനെ, ഹതമംഗല, പുണ്യം നശിച്ചുപോയ അഹം, ഞാൻ, തേ ആനനാബ്ജം, നിന്റെ ആ ചെന്താർമുഖത്തെ, മുഗ്ധസ്മിതം, മോഹനമായ മന്ദഹാസത്തോടും, മുദിത വീക്ഷണം, സന്തുഷ്ടിയാർന്ന കണ്ണുകളോടും എന്നെ നോക്കുന്നതായിട്ടും, നദദൃശേ, ഞാൻ കാണുന്നില്ല. നിന്റെ മുഖത്ത് സാധാരണ കാണാറുള്ള ആ പ്രകാശം ഞാൻ കാണുന്നില്ല. നീ എന്നെ നോക്കുന്നില്ല. തേ കലാഹ, നിന്റെ അവ്യക്ത മധുരങ്ങളായ ഗിരഹ, തൂമൊഴികൾ നശ്രണോമി, ഞാനിപ്പോൾ കേൾക്കുന്നില്ല. അഘൃണേന, ആ നിർദ്ദയനായ യമനാൽ നീതഃ, കൊണ്ടുപോകപ്പെട്ട്, അപുനരന്വയം, ഇനി തിരിച്ചു വരവില്ലാത്ത അന്യലോകം, മറുലോകത്തേക്ക് ഗതഹാസി, നീ ചെന്ന് ചേർന്നു. കിം വാ, അല്ലേ? അങ്ങനെ സംഭവിച്ചുവോ? ആ ദുരന്തം സംഭവിച്ചുവോ ഉണ്ണി? നീ എന്താണ് എഴുന്നേൽക്കാത്തത്? ഭാര്യയുടെ ഇത്തരത്തിലുള്ള പ്രലാപം കേട്ടിട്ട് ചിത്രകേതുവും കൂടുതൽ വാവിട്ട് നിലവിളിച്ചുപോയി. 59-ാമത്തെ ശ്ലോകം. വിലപന്ത്യാമൃതം പുത്രം ഇതി ചിത്രവിലാപനൈഹി ചിത്രകേതുഃ ദൃശം തപ്തോ മുക്തകണ്ഠോരുരോധഃ. മൃതം, മരിച്ചുപോയ പുത്രം, മകനെ കുറിച്ച് വിലപന്ത്യാഹ, കരഞ്ഞു തൊഴിക്കുന്ന സ്വപത്നിയുടെ, ഇതി ഇപ്രകാരമുള്ള ചിത്രവിലാപനൈഹി, പലതരത്തിലുള്ള രോദനങ്ങളാൽ, ഭൃശം തപ്തഃ, അത് കേട്ട് കൂടുതൽ ദുഃഖിതനായ ചിത്രകേതു, മുക്തകണ്ഠഃ രുരോധഃ, വാവിട്ട്, അതുവരെ നിരുദ്ധകണ്ഠനായിരുന്നു, ഉള്ളിൽ അടക്കി വെച്ചു, ഇപ്പോൾ അതിനെ പുറത്തുവിട്ടു. മുക്തകണ്ഠഃ, വാവിട്ട് ഉറക്കെ, രുരോധഃ, കരഞ്ഞുപോയി. 60-ാമത്തെ ശ്ലോകം.
തയോഹ വിലപതോഹ സർവേ ദമ്പത്യോഹ തദനുവ്രതാഹ രുരുദുഃ സ്മ നരാഹ നാര്യഃ സർവം ആസീത ചേതനം. ദമ്പത്യോഹ തയോഹോ ദമ്പതിമാരായ അവരിരുവരും വിലപതോഹോ വിലപിക്കവേ തദനുവ്രതാഹ അവരുടെ ചുറ്റും നിൽക്കുന്ന സർവേ എല്ലാ നരാഹ നാര്യഃ പുരുഷന്മാരും സ്ത്രീകളും രുരുദുഃ സ്മ കരഞ്ഞു തുടങ്ങി. സർവം അചേതനമാസീത് അവിടെ ആകെ ജീവസ് അറ്റുപോയതായിട്ട് ഭവിച്ചു. എന്നാൽ ഈ ദുരന്ത വാർത്ത തങ്ങളുടെ ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞ ഋഷിമാർ അംഗിരസ് മഹർഷിയാണ് അനുഗ്രഹിച്ചത്. ഇപ്പോൾ അംഗിരസ് മഹർഷി നാരദ മഹർഷിയെയും കൂട്ടി ആ സ്ഥലത്തേക്ക് വരികയാണ്. 61-ാമത്തെ ശ്ലോകം. ഏവം കശ്മലം ആപന്നം നഷ്ടസപ്നം അനായകം ജ്ഞാത്വാ അംഗിരാ നാമ മുനിഹി ആജഗാമ സ നാരദഃ. ഏവം ഇപ്രകാരം കശ്മലം ആപന്നം മുഴുത്ത ദുഃഖത്തെ പ്രാപിച്ച് നഷ്ടസപ്നം അനായകം സ്വബോധം നശിച്ച് നാഥനില്ലാതെയായ ജനത്തെ കുറിച്ച് ജ്ഞാത്വ അറിഞ്ഞിട്ട് അംഗിരാഹ നാമ മുനിഹി അംഗിരസ് എന്നു പേരായ മഹർഷി സ നാരദഃ നാരദനോടുകൂടി ആ ജഗാമ അവിടേക്ക് ആ കൊട്ടാരത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഷഷ്ഠസ്കന്ധേ ചിത്രകേതുവിലാപോ നാമ 14 അധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.